ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 വിഭാഗം ഉമ്മമാര്, 6 വിഭാഗം സ്ത്രീകള് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവര് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയിരിക്കും. അവരെ അള്ളാഹും മലക്കുകളും ശപിച്ചുകൊണ്ടിരിക്കും. അവരെ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അവര് ചെയ്ത ഇബാദത്തുകൾ പൊളിഞ്ഞു പോകുമത്രേ. ഏതാണ് 6 വിഭാഗം സ്ത്രീകളെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം. ആ സ്ത്രീകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് കാണുന്ന എല്ലാ ഉമ്മമാരെയും സഹോദരിമാരെയും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ ദുഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത്രയും നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കൽ അനിവാര്യമായ വിഷയമാണ്. അഥവാ 6 വിഭാഗം സ്ത്രീകളുണ്ട്. ആ 6 വിഭാഗം സ്ത്രീകൾ എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. അവർ ചെയ്ത ഇബാദത്തുകളൊക്കെ പൊളിഞ്ഞു പോകും. അതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയില്ല. മാത്രമല്ല അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗം ഒരിക്കലും കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഏതൊക്കെയാണ് ആ 6 വിഭാഗം സ്ത്രീകളെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം. നമ്മൾ ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വിഭാഗം സ്ത്രീകൾ ആരാണെന്നറിയോ? മഹാന്മാര് പറയുകയാണ്, ഇദാ അറാദത്തിൽ ഖുറൂജ മിൻ ബൈതിഹാ ലബിസത് അഫ്ഖറ സിയാബിഹാ. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചാൽ ഏറ്റവും മുന്തിയ ഡ്രസ്സ് ധരിക്കും, അഹങ്കാരത്തിന്റെ ഡ്രസ്സ് ധരിക്കും. വതജമ്മലത്ത്, അവൾ നല്ലോണം ഭംഗിയാകും. മറ്റുള്ള പുരുഷന്മാർ അവളെ നോക്കണമെന്ന നിലക്ക് അവൾ നല്ല നിലക്ക് ഭംഗിയാകും. തഫ്തുനുന്നാസ ബിനഫ്സിഹാ, അവളുടെ ശരീരം കൊണ്ട് ജനങ്ങളെ അന്യപുരുഷന്മാരെ ഫിത്നയിലാക്കും. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ അവർ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഈ സ്ത്രീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ഇവളെ അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അൽ മർഅതു ഔറത്തുൻ, സ്ത്രീ മുഴുവനും ഔറത്താണ്. ഫഹ്ബിസൂഹുന്ന ഫിൽ ബൈത്തി, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി താമസിക്കണം. ജനങ്ങളെ ഒരിക്കലും ഫിത്നയിലാക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല, ജോലിക്ക് അനിവാര്യമായ ഒരു അവസ്ഥ വന്നാൽ ജോലിക്ക് പോകാൻ പാടില്ല, റേഷൻ കടയിലേക്ക് പോകാൻ പാടില്ല എന്നൊന്നും അതിന് അർത്ഥമല്ല. ജനങ്ങളെ ഫിത്നയിലാക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തെ സ്ത്രീ ലജ്ജയില്ലാത്തവളാണ്. വാക്കിലും ലജ്ജയില്ല, പ്രവർത്തനങ്ങളിലും ലജ്ജയില്ല. അങ്ങനത്തെ സ്ത്രീകളെ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ശപിച്ചിട്ടുണ്ട്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. നമ്മളെ വാക്കിൽ ലജ്ജ വേണം, നമ്മളെ പ്രവർത്തനങ്ങളിൽ ലജ്ജ വേണം,
നമ്മളുടെ ഡ്രസ്സിങ്ങിൽ ലജ്ജ വേണം. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? പകുതി ശരീരം പുറത്ത് കാണിക്കുന്ന രൂപത്തിലാണ് ഇന്ന് നമ്മളെ യുവതികൾ ഡ്രസ്സ് ധരിക്കുന്നത്. അള്ളാഹു അവരെ ശപിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ത്രീ ആരെന്നറിയോ? ഖില്ലത്തു താഅതിഹിന്ന ലില്ലാഹ്. അള്ളാഹുവിന് വഴിപ്പെടൂല, നിസ്കരിക്കൂല്ല, ഖുർആൻ ഓതൂല്ല, നിസ്കാരം എപ്പോഴും ഖളാ ആക്കും. ഒരു വക്ത് നിസ്കരിക്കൂല, സുബ്ഹി എന്നും ഖളാക്കി കൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞത് ഒന്നും കേൾക്കാത്ത സ്ത്രീകളാണ്. അതുപോലെ തന്നെ വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടൂല, റസൂലുള്ള പറഞ്ഞ ഒന്നും ചെയ്യൂല. റസൂലുള്ള പറഞ്ഞതാണ് തലമറക്കണമെന്ന്, ആ തലമറക്കാത്ത സ്ത്രീകള് സുബ്ഹാനല്ലാഹ്, ഇവരൊരിക്കലും രക്ഷപ്പെടൂല. ഇവരെത്ര തന്നെ ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യുകയില്ല. മാത്രമല്ല മൂന്നാമത് വലി അസ്വാജിഹിന്ന, ഭർത്താക്കന്മാർക്ക് വഴിപ്പെടൂല. ഭർത്താക്കന്മാര് പറഞ്ഞാൽ ഒന്നും അനുസരിക്കൂല. ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുക, ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കുക. ഭർത്താവ് എത്ര അവളോട് സ്നേഹത്തോടെ പെരുമാറിയാലും ഭർത്താവ് പറഞ്ഞത് അനുസരിക്കൂല. ഭർത്താവ് അങ്ങോട്ട് കൊണ്ടാർന്ന അങ്ങോട്ടേ പോകുള്ളൂ. ഭർത്താവ് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അതേ ചെയ്യുള്ളൂ. ഈ സ്ത്രീകൾ ഒരിക്കലും രക്ഷപ്പെടൂല. ഈ സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂലും ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകളും ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തെ വിഭാഗം ആളുകൾ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോ, ചെറിയ ന്യൂനതകൾ, ദാമ്പത്യ ജീവിതമാണ്, പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, കുറ്റങ്ങളും കുറവുകളും വരും. നമ്മൾ അമ്പിയാക്കളല്ല, നമ്മൾ മാലാഖമാരല്ല. അമ്പിയാക്കളടുക്കൽ നിന്നും അള്ളാഹുവിന്റെ മാലാഖമാരടുക്കൽ നിന്നും തെറ്റുകളും കുറ്റങ്ങളൊന്നും വരൂല. നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. തെറ്റുകളൊക്കെ വരും, കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരസ്പരം വിട്ടുവെച്ച് ചെയ്ത് മാപ്പ് ചെയ്ത് ജീവിക്കലാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ, ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ വരുമ്പോ, ചില ഉമ്മമാര്, നമ്മളെ മജ്‌ലിസ് കാണുന്നവരല്ലോ, നമ്മളെ മജ്‌ലിസ് കാണുന്നവരൊക്കെ നല്ല ഉമ്മമാരാണ്. നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ, നിങ്ങളെ അയൽവാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ, നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മളിത് പറയുന്നത്. അല്ലാതെ നമ്മളെ മജ്‌ലിസ് കാണുന്ന ഉമ്മമാര് മോശക്കാരാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നല്ല ഉമ്മമാരാണ്. എന്നെക്കായും ഒക്കെ എത്രയോ ദുആക്ക് ഇജാബത്തുള്ള, കൃത്യമായി സുന്നത്ത് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന ഉമ്മമാരാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ന്യൂനതകൾ വരുമ്പോ, എന്തെങ്കിലും പോരായ്മകൾ വരുമ്പോ, ചില ഉമ്മമാര് പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങൾ അടുക്കൽ നിന്ന് ഞാൻ ഇതുവരെയായിട്ട് ഒരു നന്മയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇതുവരെയായിട്ട് എനിക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല, ഒരു ഡ്രസ്സും വാങ്ങി തന്നിട്ടില്ല, ഒരു നല്ല ഭക്ഷണവും വാങ്ങി തന്നിട്ടില്ല. അങ്ങനെ പറയുന്ന ചില ഉമ്മമാരനൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ചില ന്യൂനതകൾ വരുമ്പോ ഇങ്ങനെ പറയത്രേ, നിങ്ങൾ അടുക്കൽ നിന്ന് എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു നന്മയും നിങ്ങൾ എനിക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ചില സഹോദരിമാരുണ്ട്, എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് ഹബിത അമലുഹാ, റസൂലുള്ളാഹി പറയാണ്, അങ്ങനെ എങ്ങാനും ഭർത്താവിനോട് പറഞ്ഞാൽ, എല്ലാം ചെയ്തു തന്നിട്ട് എന്തെങ്കിലും ന്യൂനതകൾ വരുമ്പോ, എന്തെങ്കിലും പോരായ്മകൾ വരുമ്പോ, നിങ്ങൾ ഇതുവരെയായിട്ട് എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല, ഒരു ഡ്രസ്സും വാങ്ങി തന്നിട്ടില്ല, ഒരു സൗകര്യവും ചെയ്തു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയാണ്, ഫഖദ് ഹബിത അമലുഹാ, നിങ്ങളെ സർവ്വ അമലുകളും പൊളിഞ്ഞു പോകും, നിങ്ങൾ ചെയ്ത ഇബാദത്തുകൾ മുഴുവനും പൊളിഞ്ഞു പോകാൻ അത് കാരണമാണ്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കുക, പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഭാഗം സ്ത്രീകൾ, ഉമ്മമാര്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തു പോകുക. ഭർത്താവിനോട് ചോദിക്കാതെ, അതല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു സ്ഥലത്തേക്കും ഭാര്യ പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കണ്ടോ, ഖറജത് മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തു പോകുക. അങ്ങനെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തു പോയാല് എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയോ? ലഅനഹ കുല്ലു മലക്കിൻ, എല്ലാ മലക്കുകളും നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ മാത്രമല്ല, വകുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും നിങ്ങളെ ശപിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകുകയാണ്, നിങ്ങൾ വിരുന്നു പോകുകയാണ്, അതല്ലെങ്കിൽ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുകയാണ്, ഭർത്താവിനോടൊന്ന് ചോദിച്ചൂടെ? എന്താണ് ചോദിക്കുന്നത് കൊണ്ട് ഇത്ര തടസ്സമുള്ളത്? അപ്പൊ അങ്ങനെ ചോദിക്കാതെ പുറത്തു പോയാൽ നിങ്ങളെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, മലക്കുകളൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? പിന്നെ നമ്മൾ എങ്ങനെ വിജയിക്കാനാണ്? പിന്നെ എങ്ങനെ നമ്മളെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും? അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആറാമത്തെ വിഭാഗം, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്, മഹാന
മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ ദഅർ-റജുലു ഇംറതഹു ഇലാ ഫിറാശിഹി ഫഅബത്. ഭർത്താവ് ലൈംഗികമായ ബന്ധത്തിന് ക്ഷണിക്കുമ്പോ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക, ബന്ധപ്പെടാൻ സമ്മതിക്കാതിരിക്കുക. എന്നെനിക്ക് വയ്യ, ഒരു കുഴപ്പമുണ്ടാകൂല, മെൻസസ് ആണെന്നൊക്കെ പറയും, മെൻസസ് ഒന്നും ഉണ്ടാവൂല, ഒരു കുഴപ്പമുണ്ടാകൂല, എനിക്ക് ക്ഷീണാണ്, തളർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ടെൻഷനാക്കുക. ഒരു കുഴപ്പമില്ലാതെ പറയുമ്പോഴാണ് കേട്ടോ, കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ പറയണം. കുഴപ്പമില്ലാതെ എനിക്കിന്ന് വയ്യ, എനിക്ക് ക്ഷീണാണ്, എനിക്ക് മെൻസസ് ആണെന്നൊക്കെ നുണ പറയുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ലഅനത്തുഹൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകള് ആ സ്ത്രീകളെ, ആ ഉമ്മമാരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, അങ്ങനെ നിങ്ങളൊരു കാരണവുമില്ലാതെ ലൈംഗികമായ ബന്ധത്തിന് സമ്മതിക്കാതിരുന്ന് ഭർത്താവ് വഴിപിഴച്ചു പോയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങളായിരിക്കും. നാളെ പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 6 സ്വഭാവം നമ്മളെ മജ്‌ലിസ് കാണുന്ന ഒരു ഉമ്മമാർക്കും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അത് ഒഴിവാക്കിക്കോ. ഈ സ്വഭാവമുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല, ഈ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മളെ സർവ്വ അമലുകളും അള്ളാഹു ബാത്തിലാക്കുകയാണ്, സർവ്വ മലക്കുകളും നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടികളും നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. നിനക്ക് വഴിപ്പെട്ടുകൊണ്ട്, ഹബീബിന് വഴിപ്പെട്ടുകൊണ്ട്, ഭർത്താക്കന്മാർക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സാലിഹായ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. പലരും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. എല്ലാവരുടെ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കടമുള്ളവരെ സംരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അയൽവാസികളുണ്ട്, ഭക്ഷണം നിന്നവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, ഞങ്ങളെ കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സിഹർ കണ്ണേറുകളെ തൊട്ടൊക്കെ കാക്കണേ റബ്ബേ. കാത്ത് രക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.